ശ്രീ ബീരജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം അതെ ഈ ലക്ഷ്യ ക്യാമ്പിലെ നേതാക്കളുടെ തമ്മിലടി മാത്രമല്ല ഈ നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള തമ്മിലടി പ്രതിപക്ഷത്തായാലും ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ അവിടേക്കായാലുമുള്ള സ്വപ്നങ്ങളൊക്കെ പലവിധമാണല്ലോ. ഇതിൽ ഒരു നേതാവിനെ കണ്ടെത്താൻ പോലുമാകാത്ത വലിയ സംഘർഷമാണ് ലക്ഷ്യ ക്യാമ്പിലെ തർക്കങ്ങളിലൂടെ രൂപപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഇല്ലേ? ഇനി ഈ കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ ശ്രീ കെ അനിൽകുമാർ വെല്ലുവിളിച്ചു, പറയാമെങ്കിൽ തൊഴുതുകൊണ്ട് നിങ്ങൾക്ക് മാപ്പ് പറയാമെന്ന് എന്തെങ്കിലും പറയാനുണ്ടോ ഈ 2 പോയിന്റിൽ? നോക്കൂ, ലക്ഷ്യ ക്യാമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി എന്നൊക്കെ ഇപ്പോഴത്തെ ഭരണപക്ഷം അല്ലെങ്കിൽ LDF പറഞ്ഞു പരത്തുന്ന പുകമറയാണ്. അത്തരത്തിൽ ഒന്നുമില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം മുന്നിൽ കൊണ്ടുവരിക, അതിനുവേണ്ടി ശ്രമം നടത്തുക, ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടനാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, സർക്കാരിനെതിരായിട്ടുള്ള പ്രചരണത്തെ എന്നുള്ള അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. കൊണ്ടുവരിക നോ ഞാൻ ഇപ്പൊ അജിംഷാദ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റിലെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാതിരിക്കൂ. അതായത് ഈ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലെ സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രചരണം ഊർജിതപ്പെടുത്താനുള്ള നടപടികളാണ് ലക്ഷ്യ ക്യാമ്പിൽ ഉണ്ടായതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ ഭൂരിപക്ഷം, അതായത് 80 സീറ്റിലോളം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF മേൽക്കൈയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ 100-ലധികം ആക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബഹുമാന്യനായ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞു ഈ എന്താണ് BJP ലീഗ് കോൺഗ്രസ് സഖ്യം എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതുപോലെ ജയചന്ദ്രൻ സാർ പറയുന്നു പിന്നെ എന്താണ് ഇവിടെ CPM ഭാഗം CPM അവർ മുഖ്യ ശത്രുവായിട്ട് കാണുന്നു എന്നൊക്കെ. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ BJP അല്ലെങ്കിൽ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ UDF ഇത്തവണ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകുന്നതിൻ്റെ അടിസ്ഥാന റീസൺ ഏതെങ്കിലും ഒരു കോലീബി സഖ്യമോ പണ്ട് കാലത്തൊക്കെ പറഞ്ഞു നടന്ന അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് അലയടിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ്. അതിനെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും സഖ്യത്തിൻ്റെ ഭാഗമായി നമ്മൾ കൂട്ടിക്കെട്ടരുത്. അത് LDF മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുകയാണ്. വരികൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ ഈ മുന്നിൽ വരുന്ന പോയിന്റുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. താങ്കളും താങ്കളുടെ പാർട്ടിയും മുന്നണിയും ഒക്കെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഈ കാര്യങ്ങളെ. നോക്കൂ, ഈ ഭരണവിരുദ്ധ വികാരം അദ്ദേഹം പറയട്ടെ, കെ അനിൽകുമാർ പറയട്ടെ. താങ്കൾ ഓക്കെ. അല്ല, ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പ്രാദേശികമാണോ അതോ കേരളം മുഴുവൻ ഉണ്ടാവുമോ? കേരളം മുഴുവൻ അങ്ങനെ LDFനെതിരായൊരു വികാരം ഉണ്ടതായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണിക്കുന്നില്ല. ചില സ്ഥലത്ത് പ്രത്യേക മേൽക്കൈ ഉണ്ടായി. ആ മേൽക്കൈ നിങ്ങളൊരു പ്രത്യേകമായ നിലയ്ക്ക് അവിടെ ഇടതുപക്ഷത്തിനെതിരായി BJPയും കോൺഗ്രസോട് ഒരുമിച്ച് വോട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണേ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടും ജില്ലാ പഞ്ചായത്തിലെ വോട്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളുടെ പരിശോധന നടത്തിയാൽ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിലെ അവസ്ഥ. ഒന്നാമത്തെ കണക്കെന്ന് പറയുന്നത് LDF UDF വ്യത്യാസം എത്ര ലക്ഷം, അതിൽ മലപ്പുറത്ത് മാത്രം എത്ര വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലാകെ പടർന്ന് LDFനെ തോൽപ്പിക്കാനാവുമോ? ഭരണവിരുദ്ധ വികാരം എങ്ങനെ മലപ്പുറത്ത് മാത്രം ഒരു 5-6 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമായിട്ട് വന്നു? അപ്പോൾ അവിടെ മാത്രം ഒരു വികാരമോ? അങ്ങനെ വികാരം ഉണ്ടാവില്ല. ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കെതിരായി തെറ്റായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതൊക്കെ മറികടക്കാനുള്ള രാഷ്ട്രീയമായ കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട്. LDFൻ്റെ ആത്മവിശ്വാസം എന്താണ്? ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു UDFുമായിട്ട് BJP ആയിട്ട് സഖ്യമൊന്നുമില്ല. ഇന്നലെയാണല്ലോ നമ്മുടെ മേയർ സ്ഥാനം എനിക്ക് കിട്ടേണ്ടതായിരുന്നു, എന്നെ അങ്ങനെ പ്രലോഭിപ്പിച്ചു, തന്നില്ല. ഒരു IPS ഉദ്യോഗസ്ഥ പറഞ്ഞല്ലോ, നിങ്ങളുടെ അവിടുത്തെ BJPയുടെ കൗൺസിലർ. അപ്പോൾ എന്താണ് ശബരിനാഥിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? ശ്രീലേഖ മാഡം ഇത് സ്വന്തം പാർട്ടി പറഞ്ഞാൽ മതി. അങ്ങനെ പാർട്ടി പറഞ്ഞ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ BJPയുടെ ഭരണം തലകുത്തി വീഴും. തിരുവനന്തപുരത്തെ BJPയുടെ ഭരണത്തെ കാക്കുന്നത് ആരാണ്? G. കാർത്തികേയൻ്റെ മകനാണ്. ശബരിനാഥിൻ്റെ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചു നോക്ക്. അപ്പോൾ BJPയുടെ ഭരണം നിലനിർത്തുക എന്നുള്ളത്, തിരുവനന്തപുരത്തെ BJPയുടെ ഭരണം നിലനിർത്താനുള്ള കൊട്ടേഷനാണ് ആരേറ്റെടുത്തിരിക്കുന്നത്? ശബരിനാഥ് ഏറ്റെടുത്തിരിക്കുന്നത്. ശബരിനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റോ വലിയ നേതാവല്ലേ? ഞാൻ ഞെട്ടിപ്പോയി.
ശശി തരൂരിൻ്റെ പിന്മുറക്കാരനുണ്ടായിരിക്കുന്നു. ശശി തരൂർ വയനാട്ടിൽ വന്നു, പക്ഷേ ശബരിനാഥ് ഇപ്പോഴും അങ്ങപ്രതിക്കുകയാണ്. ശശി തരൂരിന് തിരുവനന്തപുരത്ത് പിന്മുറക്കാരുണ്ടായിരിക്കുന്നു. ചിലപ്പോൾ ശബരിനാഥിനടുത്ത പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പറ്റും. ഇതാണ് പരിപാടി. അതിലെല്ലാം ഉണ്ട്. അതായത് വി ഡി സതീശൻ പുനർജനിയെ അതിജീവിക്കാനും തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്ന ഈ നാടകവും ഒക്കെ കൂട്ടിവായിക്കുമ്പോൾ വർഗീയ ശക്തികളുമായി പ്രത്യേകിച്ച് BJP-യുമായുള്ള അന്തർധാരയാണ് തങ്ങളുടെ ആത്മവിശ്വാസത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു ലക്ഷ്യം കൊണ്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനാകില്ല. അത് ലക്കുകടൽ തന്നെയായി ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളത്തിനത് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്.